ഹലോ, ഇത് സെലിബ്രേഷൻ ഡേയുടെ വീഡിയോ കേട്ടോ, പാർട്ട് 1. ഇതിന് സെക്കൻഡ് പാർട്ട് വരും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. രാവിലെ തന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഞാൻ സീമയുടെ ഒരു വേഷം ചെയ്യുന്നുണ്ട്, സീമ ജയൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പോസിറ്റീവ് ഓണത്തിന് ഞാൻ സെലക്ട് ചെയ്തിട്ട് എല്ലാവരും ചോദിച്ചു അവിടെ പോയപ്പോൾ നിനക്ക് എന്താ സെറ്റ് മൂഡൊന്നും കിട്ടിയില്ലേ, പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പോയപ്പോൾ പൂക്കളും കാര്യങ്ങളൊക്കെ ഏകദേശം മൊത്തം ഇട്ട് കഴിഞ്ഞു. പിന്നെ ഇതാ നമ്മുടെ ക്യാമറമാൻ നമുക്ക് കുറച്ച് പിക്കൊക്കെ എടുത്തരാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ശേഷം ഞങ്ങൾ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. അങ്ങനെ എനിക്കാണെങ്കിൽ എന്താണെന്നറിയില്ല, സാരി എടുത്തപ്പോൾ എനിക്ക് എന്നെ തന്നെ ഭയങ്കര എന്നോട് തന്നെ ഭയങ്കര ഇഷ്ടവും ഭംഗിയും എല്ലാം എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എനിക്ക് അങ്ങനെ, കാരണം നമ്മൾ വല്ലപ്പോഴല്ലേ സാരി എടുക്കുന്നുള്ളൂ, കാരണം എനിക്ക് സാരി എടുക്കാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് സാരി എടുക്കാത്തത്. സാരി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നെ തന്നെ ഞാൻ ആസ്വദിച്ച് എൻ്റെ ഭംഗി തന്നെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു അവിടെ. അപ്പോൾ നമ്മുടെ 2 ജിമ്മും കൂടി കേട്ടോ, വടക്കഞ്ചേരി മാലത്തൂരും ജിമ്മും കൂടി ഒന്നിച്ചാണ് ഇവിടെ സെലിബ്രേഷൻ നടത്തുന്നത്. അതുകൊണ്ട് ഒത്തിരി പേരുണ്ട്. എനിക്കാണെങ്കിൽ ടെൻഷൻസാണ്, ഒത്തിരി ടെൻഷനുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പ്രോഗ്രാം ആദ്യമായിട്ടാണ് ചെയ്തത്. അത് ബോയ്സിൻ്റെ തിരുവാതിരക്കളി, പിന്നെ അങ്ങനെ കുറേ പ്രോഗ്രാംസ് എല്ലാം വന്നിട്ടോ അങ്ങനെ വന്ന് നീങ്ങിക്കൊണ്ടിരുന്നു. എൻ്റെ പ്രോഗ്രാം ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ എറർ കാണിക്കുന്നുണ്ട്. ഞാൻ കുറേ വട്ടം ശ്രമിച്ചു, അത് കാരണം ഡയലോഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എൻ്റെ പ്രോഗ്രാമിൻ്റെ കുറച്ച് സീൻസുകൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ അന്നെടുത്ത പിക്സ് ഇല്ലേ, അന്നത്തെ പിക്കുകളൊക്കെ ഞാനൊരു വീഡിയോ ഇട്ട് ചെയ്യാം കേട്ടോ. ഞാൻ സീമയായിട്ട് അങ്ങനെ അരങ്ങേറുകയാണ്. കണ്ണും കണ്ണും തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. ഈ പാട്ടാണ് ഞാൻ ഇതിലൂടെ ചുവട് വെച്ചിരിക്കുന്നത്. ചുവട് വയ്ക്കാൻ മാത്രമൊന്നുമില്ല, പക്ഷേ എല്ലാവരും നീ ഫസ്റ്റ് സ്റ്റേജാണ് നിൻ്റെ പറയില്ല, അത്രത്തോളം എനിക്ക് അഭിനന്ദനങ്ങൾ നടത്തുന്നുണ്ട്. എനിക്ക് സത്യം പറയുമ്പോൾ സന്തോഷമായി. എനിക്കിപ്പോൾ സ്റ്റേജിൽ കയറാനുള്ള ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ മാറി. ഇനിയും പെട്ടെന്ന് എവിടെയെങ്കിലും പ്രോഗ്രാം ഉണ്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. കാരണം ഡാൻസ് എനിക്ക് കിട്ടില്ല. ഞാൻ കുഞ്ഞുനാൾ മുതൽ ഡാൻസ് കുറച്ച് ബേക്ക് ഡാൻസിൽ ഞാൻ മമ്മൂട്ടി കേട്ടോ. അത് കാര്യം എനിക്ക് കോൺഫിഡൻസ് കുറച്ച് കുറവാണ് ഡാൻസ് ചെയ്യാൻ. പക്ഷേ ഇത് ഞാൻ എന്തോ ദൈവം സഹായിച്ച് എനിക്കിത് കിട്ടിയേ. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ പ്രോഗ്രാമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തും. എത്രയും പെട്ടെന്ന് പുതിയ പ്രോഗ്രാം ഉണ്ടാവും ഞാൻ പ്രാർത്ഥിക്കുക. ഞാനാണ് പ്രാർത്ഥിക്കുന്നത് കൂടുതൽ. അപ്പോൾ ഇത് അതുപോലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ഞാൻ വരുന്നുണ്ട്. കാരണം അതാണ് കൊട്ടിക്കലാശം. നമ്മുടെ ഈ പ്രോഗ്രാമായിട്ട് ഗെയിമും ഇല്ലേ, മറ്റേ ഓണ ഗെയിമും ഓണക്കളികളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ സെക്കൻഡ് പാർട്ടിൽ വരുന്നുണ്ട്. ഇതിൽ ഇത്രേ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ, കാരണം നമുക്ക് സമയപരിമിതി കാരണം നമുക്ക് ഷോർട്സ് ആണല്ലോ. അപ്പോൾ അതിൽ 2.5 മിനിറ്റിൻ്റെ ഷോർട്സ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ഇത് അങ്ങനെ നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ട് ഉടനെ വരാം. ബൈ, സി യു.